തീയിൽ വെന്തു മരിക്കാതിരിക്കാൻ കെട്ടിടത്തിൽ നിന്ന് എടുത്തു ചാടുന്നതിനൊപ്പം 4 പേരെ കൂടി രക്ഷിച്ചാണ് തിരുവല്ല സ്വദേശിയായ അനിൽകുമാർ ജീവിതത്തിലേക്ക് തിരികെ വന്നത്. 2ാം നിലയിൽ നിന്നുള്ള ചാട്ടത്തിൽ കാലിന് പരിക്കുപറ്റി ചികിത്സയിലാണ് ഇപ്പോൾ അനിൽകുമാർ. ജോലിക്ക് പോകുന്നതിന് വേണ്ടി സ്ഥിരമായി പുലർച്ചെ നേരത്തെ എണീക്കുന്നതാണ് അനിൽകുമാറിന്റെ ശീലം. 4 മണിയോട് കൂടി എഴുന്നേൽക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഒരു ശീലം അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചു എന്ന് വേണം പറയാൻ. അദ്ദേഹത്തിന് മാത്രമല്ല, കൂടെ ഉണ്ടായിരുന്ന 4 പേരുടെ കൂടി ജീവൻ രക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. രാവിലെ എഴുന്നേറ്റ് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കെ കനത്ത ചൂടും പുകയും കണ്ടാണ് അദ്ദേഹം ഈ അപകടം ആദ്യം തിരിച്ചറിയുന്നത്. ആദ്യം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പെട്ടെന്ന് കനത്ത പുക റൂമിലേക്ക് അടിച്ചു കയറി. ആദ്യം ഇത് ശ്വസിച്ചപ്പോൾ തന്നെ ശ്വാസം മുട്ടലുണ്ടായി. ഉടനെ തന്നെ മറ്റു റൂമിലുള്ള വിളിക്കാവുന്ന പരമാവധി ആളുകളെ എല്ലാവരും ഉറങ്ങുകയായിരുന്നു. കതകിൽ തട്ടി ബഹളം വെച്ച് വിളിച്ചുണർത്തി. ഇതോടുകൂടി തന്നെ ബാക്കിയുള്ളവരെ പരമാവധി വിളിക്കാൻ ശ്രമിക്കുന്നതിനിടെ കനത്ത പുക നിറഞ്ഞ് ശ്വാസം മുട്ടൽ ഉണ്ടായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഉടനെ തന്നെ ബാക്കിയുള്ള ആളുകൾ വിളിച്ച് രക്ഷപ്പെടാനുള്ള വഴി നോക്കുകയായിരുന്നു. കോണിപ്പടി ഇറങ്ങാനുള്ള ശ്രമത്തിനിടെ ഇത് സാധ്യമല്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം പിന്നീട് പുറത്തേക്ക് എടുത്ത് ചാടാനുള്ള ഒരു തീരുമാനമെടുക്കുകയായിരുന്നു. 2ാം നിലയിൽ നിന്ന് ചാടി താഴെ മറ്റൊരു ചെറിയ കോൺക്രീറ്റിലേക്കാണ് അദ്ദേഹം ചാടിയത്. അതിൽ തന്നെ കാലൊടിഞ്ഞു. കണങ്കാലിനും ഉപ്പൂറ്റിക്കും നിലവിൽ പരിക്കുണ്ട്. അവിടെ നിന്ന് പിന്നീട് ആരോ കോണി വെച്ച് കൊടുത്ത ശേഷം ഇറങ്ങി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൂടെയുള്ള 4 പേർ കൂടി രക്ഷപ്പെട്ടു. പക്ഷേ ഇപ്പോഴും കൂടെയുള്ള അധികം പേരെ വിളിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു സങ്കടമാണ് അദ്ദേഹം പറഞ്ഞത്. കനത്ത പുക അവിടെ നിൽക്കാൻ പോലും പറ്റാത്ത വിധത്തിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്.